ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം അത് പ്രൂവ് ദ ഫോളോയിങ്. ക്വസ്റ്റ്യൻ നമ്പർ 1, പാർട്ട് 3, ക്വസ്റ്റ്യൻ നമ്പർ 1. Question number 1, part 3, question number 1. Prove that sine inverse 3 by 5 plus sine inverse 8 by 17 is equal to sine inverse 77 by 85 എന്നാണ് ചോദ്യം. ഇത് പല രീതിയിൽ ചെയ്യാം. ഒരു മെത്തേഡ് സ്റ്റാൻഡേർഡ് റിസൾട്ട് വെച്ച്, കാരണം ഇത് രണ്ടും സൈൻ ഇൻവേഴ്സാണ്. എല്ലാ ചോദ്യത്തിലും അങ്ങനെ സൈൻ ഇൻവേഴ്സ് തന്നോളണമെന്നില്ല. ഇത് സൈനായിരിക്കും, കോസ് ആയിരിക്കും, ടാനിക്ക്. അടുത്ത ചോദ്യം നോക്കിയാൽ നമുക്ക് കാണാം സൈന്, കോസ്, ടാൻ. അപ്പോൾ ഡിപ്പെൻസ്. സോ സൈൻ ഇൻവേഴ്സ് എന്താണ് സ്റ്റാൻഡേർഡ് റിസൾട്ട്? ദാറ്റ് ഇസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ സൈൻ ഇൻവേഴ്സ് 3 by 5 പ്ലസ് sine inverse 8 by 17 അങ്ങനെ വരുമ്പോൾ that is same as sine inverse x 3 by 5 root of 1 minus 8 square by 17 square plus 8 by 17 into root of 1 minus x square 3 square by 5 square sine inverse. This is equal to sine inverse of 3 by 5 ഇത് 8, ഇവിടെ 17 8ഉം പൈത്തഗോറസിൻ്റെ പ്ലസ് ആണ്. നിങ്ങൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. യു ബി ഗെറ്റിംഗ് 15 by 17 പ്ലസ് 8 by 17 ഇൻറ്റു ഇത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്നിട്ട് 4 by 5 കിട്ടും. ദിസ് വിൽ ബി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എത്രയാണ്? 45 ബൈ 85. എന്തുകൊണ്ട് 5ഉം 5ഉം ക്യാൻസൽ? ഇവിടെ 85 തന്നെ വരേണ്ടത് ആൻസർ. അതുകൊണ്ട് 85 ഡിനോമിനേറ്റർ 85 ആയി നിർത്തി. 32 ഡിവൈഡ് ബൈ 85 ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 77 ഡിവൈഡ് ബൈ 85. ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ്, another method, we'll go for one more method. രണ്ടാമത്തെ മെത്തേഡ് എന്താ? sine inverse 3 by 5 plus sine inverse 8 by 17 is equal to sine inverse 77 by 85. ഇതാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ഇതൊരു ജനറൽ മെത്തേഡാണ്. ഏത് ചോദ്യത്തിനും ഈ ഒരു അപ്രോച്ച് പ്രായോഗികമാണ്. പ്രത്യേകിച്ച് സൈന്, കോസ്, അല്ലെങ്കിൽ സൈനും തരും, ഇവിടെ കോസ് തരും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് തന്നിരിക്കുന്ന ആദ്യത്തെ പാർട്ടിലുള്ള സൈൻ ഇൻവേഴ്സിന് എന്താണ് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ അതിൽ ആദ്യത്തെ പാർട്ടിനെ എ എന്ന് വിളിച്ചു. ഇത് സിംപ്ലൈസ് what is sin a? Sin a is equal to 3 by 5. Sin inverse 8 by 17 b എന്ന് വിളിച്ചു. Implies sin b is equal to 8 by 17. This implies cos a is equal to 3 by 5 എന്നുള്ളത് 4 by 5. ഇതിൻ്റെ അകത്ത് നിന്ന് കോസ് ബി എന്തായിരിക്കും? 15 by 17 ആയിരിക്കും. ചെയ്ത് നോക്കിയാൽ മതി. സോ ഇനി ഇവിടെയുള്ള എന്താ? ഇവിടെ എഡിഷൻ സിമ്പിളാണ്. ഇവിടെയുള്ള സൈന് ഓക്കെ പ്രൂവ് ചെയ്യാനുള്ള സൈൻ ഇൻവേഴ്സാണ്. അതുകൊണ്ട് ഞാൻ സൈൻ ഓഫ് എ, ഇവിടെ കണക്റ്റിംഗ് സിമ്പിൾ എന്താ? പ്ലസ്. അതുകൊണ്ട് ഇവിടെ പ്ലസ് എടുത്തു. സൈൻ ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി അല്ലേ? അതിലേക്ക് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എ 3 by 5 സൈൻ എ കോസ് ബി 15 by 17 പ്ലസ് 4 by 5 8 by 17 that is equal to 45 by 85 plus 32 by 85. നേരത്തെ വന്ന അതേ വാല്യൂസ്. that is equal to 77 by 85. ഇനി എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ഇതിൻ്റെ അകത്തുനിന്നാണ്. സോ ഇതെന്താണ്? സൈൻ ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 77 by 85. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്താ? ഇതിൻ്റെ അകത്തുനിന്ന് എ പ്ലസ് ബി സൈൻ എക്സ് ഇസ് ഈക്വൽ ടു തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് എന്താ? സൈൻ ഇൻവേഴ്സ് തീറ്റ. അതപ്പോൾ സൈൻ ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു
സൈൻ ഇൻവേഴ്സ് 77/85 ഓർ എ ഇസ് എന്താണ് എ? ഇതവിടെ ഉണ്ട്. സൈൻ ഇവിടെ നമ്മൾ എടുത്തിട്ടാൽ മതി. സൈൻ ഇൻവേഴ്സ് 3/5 പ്ലസ് ബി ഇതാ ഇവിടെ ഉണ്ടല്ലോ. സൈൻ ഇൻവേഴ്സ് 8/17 ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 77/85. 77/85. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. എന്താണ് അടുത്ത ചോദ്യം? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3 അല്ലെ രണ്ടാമത്തെ ചോദ്യം. പ്രൂവ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് 63/16 is equal to sin inverse 5/13 plus cos inverse 3/5. ഇതിൽ RHS ആദ്യം എടുക്കുക. ഇവിടെ ഇത് രണ്ടാണ് അഡീഷൻ. അവിടെ ഡയറക്റ്റ് നമുക്കൊരു ഫോമുലല്ലേ, എന്ത് സൈൻ ആൻഡ് കോസ് ആഡ് ചെയ്തിട്ട് ടാൻ ഇൻവേഴ്സിലേക്കൊന്നും കൊണ്ടുവരുന്ന ഫോമുലാസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം, തന്നിരിക്കുന്ന LHS എടുക്കാം. സൈൻ ഇൻവേഴ്സ് 5/13 അതിന് എ എന്ന് വിളിക്കാം. ഇംപ്ലൈസ് സൈൻ എ ഇസ് ഈക്വൽ ടു 5/13. കോസ് എ അറിയുന്ന ആൾക്കാർ അപ്പം തന്നെ എഴുതുക, അല്ലാത്ത ആൾക്കാർ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. എ സൈൻ എ ഇസ് ഈക്വൽ ടു 5/13 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടൻസ്. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് 12 ആയിരിക്കും. പലരും അല്ലാതെ തന്നെ ഞാൻ എഴുതിയ പോലെ തന്നെ പെട്ടെന്ന് എഴുതാൻ സാധിക്കുന്നുണ്ടാവും പലർക്കും, അല്ലാത്തവർ കണ്ടുപിടിക്കാം. കോസ് എ അഡ്ജസൻറ്റ് 12/13. ഇനി അടുത്ത വാല്യൂ എടുക്കാം. കോസ് ഇൻവേഴ്സ് 3/5 ബി എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ കോസ് ബി എന്താ? 3/5. സൈൻ ബി എന്തായിരിക്കും? 4/5 അല്ലേ? സൈൻ ബി 4. അതെങ്ങനെ വന്നു? ഈ വീണ്ടും ഒരു ട്രയാങ്കിൾ വരച്ചേക്കാം. ഇതിനെ ബി എന്ന് എടുക്കാം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ബി മറ്റൊരു ട്രയാങ്കിൾ. കോസ് ബി ഇസ് 3/5. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ 4 ആയിരിക്കും. ഇനി രണ്ടിൻ്റെ അകത്ത് നിന്നും ടാനയും കൂടി ടാൻ ഇത് സൈനെ കോസ് ബി. ഇനി ടാൻ എ കണ്ടുപിടിക്കാം. ടാൻ എ ഇസ് ഈക്വൽ ടു സൈൻ എ ബൈ കോസ് 5/12. ടാൻ ബി ഇസ് ഈക്വൽ ടു സൈൻ ബൈ കോസ് 4/3. ഇനി എന്താണോ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിച്ച് ചോദിച്ചുള്ളത് ടാൻ ഇൻവേഴ്സ്. അതുകൊണ്ട് ഞാൻ ടാൻ ഓഫ് എ, ഇവിടെ കണക്റ്റിംഗ് സിമ്പിൾ എന്നാണ് പ്ലസ്, അപ്പോൾ ടാൻ ഓഫ് എ പ്ലസ് ബി എന്ന് എടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. അതിൻ്റെ അകത്തേക്ക് അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 5/12 പ്ലസ് 4/3 മൈനസ് 1 divided by 5/12 into 4/3. This will be equal to 36 LCM. 15 plus 3 will go 12 times. അപ്പം 48 divided by ഇവിടെ എത്രയാ? 36. 36 minus 20/36. That is equal to 63/16. Tan of a plus b is equal to 63/16. അങ്ങനെയാണെങ്കിൽ what is a plus b? a plus b എന്തായിരിക്കും? tan inverse of 63/16. നമുക്ക് നോക്കാം what are a and b. a എവിടുന്നാണ് തുടങ്ങിയത്? ദാ ഇതാണ് a, ഇതാണ് b. അത് രണ്ടും താഴത്തേക്ക് കൊണ്ട് നമുക്ക് ചേർക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഒന്നും കൂടി നോക്കാം. എ എന്താ? സൈൻ ഇൻവേഴ്സ് 5/13. അപ്പം നമുക്കിവിടെ എഴുതാം സൈൻ ഇൻവേഴ്സ് 5/13 പ്ലസ് ബി കോസ് ഇൻവേഴ്സ് 3/5 ഇസ് ഈക്വൽ ടു എത്രയാ? ടാൻ ഇൻവേഴ്സ് 63/16. അപ്പോൾ ഒന്നും കൂടി പറയാം. തന്നിരിക്കുന്നതിനകത്ത് എ ബി കൊടുത്തു, സൈന് കോസ് ട്രയാങ്കിൾ വരച്ച് കണ്ടുപിടിച്ചു, ടാൻ എ ടാൻ ബി കണ്ടുപിടിച്ചു. ഇവിടെ കണക്റ്റിംഗ് സിമ്പിൾ പ്ലസ് ആണ്, ഇവിടെ ടാൻ ഇൻവേഴ്സ് ആണ്. ടാൻ ഓഫ് എ പ്ലസ് ബി ഉപയോഗിച്ചു. വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് അടുത്ത ചോദ്യം? മൂന്നാമത്തെ ചോദ്യം. 2 times tan inverse 2 times tan inverse 1/5 plus tan inverse 1/7
plus 2 tan inverse 1 by 8 is equal to pi by 4 എന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് നോക്കി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 2 times tan inverse അത് രണ്ടും ഒന്ന് ക്ലബ് ചെയ്യാം. tan inverse 1 by 5 plus tan inverse 1 by 8 plus tan inverse 1 by 7. LHS left hand side മാറ്റി ഒന്ന് എഴുതി. This is equal to tan inverse A plus tan inverse B. അതെന്താണ്? tan inverse x plus tan inverse y. ഓർക്കുന്നുണ്ടല്ലോ? That is same as tan inverse x plus y divided by 1 minus xy. അത് ഉപയോഗിക്കാം എപ്പം xy should be less than. ഇവിടെ xൻ്റെ സ്ഥാനത്ത് എന്താ 1 by 5, ഇവിടെ yൻ്റെ സ്ഥാനത്ത് 1 by ഇത് 1 by ഇത് അതിൻ്റെ പ്രൊഡക്റ്റ് 1 by 40 less than 1 ആണ്. അതുകൊണ്ട് 2 times tan inverse 1 by 5 plus 1 by 8 divided by 1 minus 1 by 5 into 1 by 8 plus tan inverse 1 by 7. 2 times ഉണ്ടാവും tan inverse ഇവിടെ എത്ര 13 by 40 divided by 40 minus 39 by 40 plus tan inverse 1 by 7. 2 tan inverse 14 by 113, so 1 by 3 plus tan inverse 1 by 7. ഇനി 2 tan inverse x പല റിസൾട്ടുകളുണ്ട്. ഇവിടെ ടാൻ ആയിക്കൂടെ മറ്റൊരു ടാനിലേക്ക് ഇവിടെ 2 ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. ദാറ്റ് ഇസ് tan inverse 2x divided by 1 minus x square. Tan inverse 2 by 3 divided by 1 minus 2x divided by 1 minus x square 1 by 3 whole square plus tan inverse 1 by 7. ഇത് tan inverse 2 by 3 plus 1 minus 1 by 9 8 by 9 plus tan inverse 1 by 7. This is equal to tan inverse down 2 by 3 into 9 by 8. 3 times 2 will go 4 times. Tan inverse 3 by 4 plus what? Tan inverse 1 by 7. അപ്പോൾ അത് വന്നു. ഇനി എന്ത് ചെയ്യാം? എന്തുകൂടി ചെയ്താൽ മതി? എന്തുകൂടി ചെയ്യാം? tan inverse x plus other result ഒന്നുകൂടി ഉപയോഗിക്കുക. tan inverse x plus tan inverse y. 3 by 4 plus 1 by 7 minus 1 divided by 3 by 4 into 1 by 7. That is equal to tan inverse 28 21 plus 4 divided by 28 minus 3 by 28. This is equal to tan inverse എന്ത് വന്നു 25 by 28 ഷോർട്ട് ലോ 25 by 28 എന്ത് പറഞ്ഞാലും ultimately it is equal to tan inverse 1 that is equal to pi by 4. കുറച്ച് ലെങ്തിയാണ്. റിസൾട്ട് വീണ്ടും ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത മാത്രം. പ്രത്യേകിച്ച് പുതിയതായിട്ടുള്ള ശരി ആൾജിബ്രായിക് ക്വസ്റ്റ്യൻ കൂടുതൽ ആൾജിബ്ര അല്ല ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് റിസൾട്ടുകൾ വരെ റിസൾട്ടിനെ വീണ്ടും ഉപയോഗിക്കുന്നു. 2 റിസൾട്ടുകൾ അതിനകത്ത് ഉപയോഗിച്ചു. ഒന്ന് ടാൻ ഇൻവേഴ്സ് ഈ റിസൾട്ടുകൾ, മറ്റൊന്ന് 2 times tan inverse x is equal to 2 times tan inverse x is equal to ഈ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് അടുത്ത ചോദ്യം? ക്വസ്റ്റ്യൻ നമ്പർ 4. നാലാമത്തെ ചോദ്യം. tan inverse prove that tan inverse 1 plus tan inverse 2 plus tan inverse 3. ഞാൻ ഇതിൻ്റെ അകത്ത് prove that this is equal to this is equal to pi. ഇതിൻ്റെ അകത്ത് ഒരു അപകടം കാണിച്ചു വെക്കും, അല്ലെങ്കിൽ ഒരു തെറ്റ് എഴുതി വെക്കും. ശ്രദ്ധിക്കുക.
തെറ്റ് എന്താണെന്നുള്ളത് ടാൻ ഇൻവേഴ്സ് 1 നമുക്ക് വാല്യൂ കൃത്യമായിട്ട് അറിയാം. എന്താണ്? π/4. അല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മൾ യൂഷ്വൽ ബോർഡ് സാധാരണ രീതിയിൽ എഴുതുന്നത് LHS ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് ടാൻ ഇൻവേഴ്സ്, ഞാനൊരു തെറ്റ് എഴുതാൻ പോവുകയാണ്, പ്ലസ് ടാൻ ഇൻവേഴ്സ് 3 ടാൻ ഇൻവേഴ്സ് 1 ടാൻ ഇൻവേഴ്സ് 1 π/4 ഇത് നമുക്കറിയില്ല, പ്ലസ് ടാൻ ഇൻവേഴ്സ് 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 3 ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ്, റെഡി അല്ലേ? ഉപയോഗിച്ചൂടെ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഉപയോഗിച്ചൂടെ? എന്താ ഉപയോഗിക്കുന്നതിന് കുഴപ്പം? ഉപയോഗിക്കാമോ? ദിസ് ക്യാൻ ബി ദിസ് ഇസ് ടാൻ ഇൻവേഴ്സ് വാട്ട് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ. എന്താ കുഴപ്പം? കണ്ടീഷൻ എക്സ് വൈ ഷുഡ് ബി ലെസ് ദാൻ 1. ഇവിടെ എത്ര? എക്സ് വൈ 2 × 3 ദാറ്റ് ഇസ് 6 ഇസ് നോട്ട് ലെസ് ദാൻ 1. അതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെയാണ് ഇതിൻ്റെ കുഴപ്പം. അതാണ് ഞാൻ പറഞ്ഞൊരു തെറ്റ് ഞാൻ എഴുതി വെക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് ചെയ്യാൻ പറ്റുക? എന്ത് ചെയ്യാൻ പറ്റും? നമുക്കെന്ത് ചെയ്യാം? ആ ഭാഗം ഞാൻ അങ്ങോട്ട് ഒമിറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല? എന്തുകൊണ്ടാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ലാത്തത്? ഓക്കെ, ഇനി അതിന് പകരം എന്തെഴുതും? This can be rewritten as what? Cot inverse 1/2 plus cot inverse 1/3. This is π/4 plus cot inverse. We have a result. എന്താണ്? tan inverse x plus cot inverse x is equal to π/2. അങ്ങനെയാണെങ്കിൽ cot inverse എന്ന് എന്താണ്? What is cot inverse x? That is π/2 minus tan inverse x. അപ്പം ഇതിനെ മാറ്റി എഴുതാം π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് 1/3. സോ വി ഹാവ് എന്താ ഉള്ളത് നമ്മുടെ അടുത്ത്? സോ വി ഹാവ് π/4 പ്ലസ് ഇവിടെ ഒരു π/2 ഉണ്ട്, ഒരു π/2 ഉണ്ട്, പ്ലസ് പൈ, പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? ബാക്കി ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/3. ഞാൻ ആ നെഗറ്റീവ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് π/4 പ്ലസ് പൈ മൈനസ്, ഇനി ഉപയോഗിക്കാവോ എക്സ് വൈ ഷുഡ് ബി ലെസ് ദാൻ 1, 1/2 1/3. അതിൻ്റെ പ്രോഡക്റ്റ് 1/6 ഇസ് ലെസ് ദാൻ 1. സോ ദിസ് ക്യാൻ ബി റീറിട്ടൺ ആസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് 1/3 ഡിവൈഡ് ബൈ 1 മൈനസ് 1/2 1/3. π/4 plus pi minus tan inverse 5/6 divided by 1 minus 1/6, അതും 5/6. So then tan inverse 1 now. So this will become π/4 plus pi minus π/4. π/4ഉം പൈയും ക്യാൻസൽ ചെയ്ത് ദിസ് ഈസ് ഈക്വൽ ടു പൈ. അപ്പോൾ തന്നിരിക്കുന്നതിന് ആദ്യം കയറി താനെ ഇത് ഉപയോഗിക്കുന്നതിന് പകരം ടാൻ ഇൻവേഴ്സ് ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ നോക്കി എന്താണ് ഇവിടെ എക്സ് ഇൻറ്റു വൈ, എക്സ് ആൻഡ് വൈ ആർ ഇൻ ദിസ് കേസ് എക്സ് ആൻഡ് വൈ ആർ 2 and 3, എക്സ് വൈ ഇസ് നോട്ട് ലെസ് ദാൻ 1. അതുകൊണ്ട് അതിന് ആ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇവിടെ എത്തിയപ്പോൾ എന്തായി? എക്സും വൈയും 1/2 and 1/3. ഒബ്വിയസ്ലി ദ പ്രോഡക്റ്റ് ഇസ് ലെസ് ദാൻ 1. ഓക്കെ, എന്നിട്ട് വീണ്ടും ആ റിസൾട്ട് അപ്ലൈ ചെയ്തു. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. 2 times tan inverse 1/5 plus secant inverse 5√2/7 plus 2 times tan inverse 1/8 is equal to π/4. π/4 ഇത് നേരത്തെ ചെയ്ത മാതിരി തന്നെ ഈ 2 times tan inverse 1/5, ഞാനിത് മുഴുവൻ എഴുതുന്നില്ല, മെത്തേഡ് മുഴുവൻ പറയാം. പ്ലസ് 2 times tan inverse 1/8 ഇതിനെ കമ്പൈൻ ചെയ്യുന്നു, പ്ലസ്
secant inverse 5 root 2 by 7, 5 root 2 by 7, secant inverse 5 root 2 by 7. ഇതാണ് LHS. ഇതിൻ്റെ അകത്ത് രണ്ട് പുറത്തേക്ക് എടുക്കുന്നു. tan inverse 1 by 5 plus tan inverse 1 by 8 ആക്കുന്നു. ഇതിനെ നിങ്ങൾക്ക് 2 times tan inverse ഒരു റിസൾട്ടായി മാറ്റാം, ഒരു നമ്പറായി കിട്ടും. ഇതിനെയോ അത് കഴിഞ്ഞാൽ 2 tan inverse x is equal to tan inverse 2x divided by 1 minus x square. ആ റിസൾട്ട് ഉപയോഗിച്ച് ഇതിനെ വീണ്ടും എന്താക്കി എഴുതാം? tan inverse of ഏതെങ്കിലും ഒരു വാല്യൂ, സേ എക്സ്, നമ്മൾ എക്സ് എന്ന് വിളിക്കാം ഉദാഹരണത്തിന്. ഇനി എന്തുകൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ? പ്ലസ് secant inverse 5 root 2 by 7. അപ്പോൾ ഒരു tan inverse ഒരു ഭാഗമുണ്ട്, പ്ലസ് ഇതും കൂടി tan inverse ആയ എത്ര നന്നായിരുന്നു അല്ലേ? secant inverse 5 root 2 by 7 is equal to a. That means ck is equal to 5 root 2 by 7 or cos a is equal to 7 by 5 root 2. ഏതെടുത്താലും കുഴപ്പമില്ല. പരിചയം കോസ് ആണ് കൂടുതൽ പരിചയമുള്ളതിനെ കൂടെ എടുക്കുന്നു. cos a is equal to 7 by 5 root 2. ഇതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. പൈത്തഗോറസ് തിയറം 25 50 minus 49 ഇത് 1 ആയിരിക്കും. റൂട്ട് ഓഫ് 1 പൈത്തഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കുക. ഇത് 1 ആയിരിക്കും. സോ tan a is equal to 1 by 7 or a is equal to tan inverse 1 by 7 എന്ന് പറഞ്ഞാൽ നമ്മൾ secant inverse a എന്ന് പറയുന്നത് a ആണ്. ആ എനെ മാറ്റി എഴുതി എന്തായിട്ട്? tan inverse 1 by 7. So it is tan inverse 1 by 7. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വാല്യൂ ഉണ്ട്. എന്തൊക്കെയാണ്? tan inverse, ഇതിനെ ഞാൻ തൽക്കാലം നമ്മൾ തമാശയ്ക്ക് x എന്ന് വിളിച്ചു, നിങ്ങൾ കണ്ടെത്തേണ്ട വാല്യൂ, പ്ലസ് tan inverse 1 by 7. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? we prove it as pi by 4 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 1 എന്ന ആൻസർ, ദാറ്റ് ഇസ് you should get tan inverse of 1. ആൻസർ വിൽ ബി pi by 4. ഇത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇവിടെ ഒരു സിംപ്ലിഫിക്കേഷൻ, ഇവിടെ രണ്ട് ഓൾജിബ്ര സിംപ്ലിഫിക്കേഷൻ, സിമ്പിൾ കാൽക്കുലേഷൻ മാത്രമേ വരുന്നു. അത് ചെയ്യാം. ഇവിടെ ഞാൻ സീക്കിന് എന്താക്കി? സീക്ക് ഇൻവേഴ്സിനെ ഒരു ട്രയാങ്കിൾ വരച്ചു, അതിനെ ടാനിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ ദ ഫൈനൽ ആൻസർ ഇസ് pi by 4. ഇനി അടുത്ത ചോദ്യം, സോൾവിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്പർ 4. Solve the following. Solve എന്ന് പറഞ്ഞാൽ എന്താ? Find the value of the variable. What is the variable there? X. You have to find the value of x. This is what is asked. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ഒന്നാമത്തെ ചോദ്യം? tan inverse of x plus 1 plus tan inverse of x minus 1 is equal to tan inverse 8 by 31 provided mod x is less than 1. Modulus of x less than 1 ആയിരിക്കണം. ഓക്കെ, tan inverse അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക, സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. x plus 1 plus tan inverse x minus 1, tan inverse a plus tan inverse b, tan inverse a plus b divided by 1 minus a into b. This is equal to tan inverse 8 by 31. 8 by 31. So this will be, എന്താവും? ഈ 1 1 അങ്ങ് പോകും. tan inverse x x 2x divided by 1 minus x square minus 1 a plus b into a minus b, tan inverse 8 by 31. നമുക്ക് ആ വാല്യൂ ഒന്നും കൂടി പരിശോധിക്കാം. 8 by 31 അല്ലേ? അതെ, 8 by 31. ഇനി this is tan inverse 2x divided by 2 minus x square, that is equal to tan inverse 8 by 31. രണ്ട് ഭാഗത്തും tan inverse ഉണ്ട്, അതുകൊണ്ട് എന്താ? 2x by 2 minus x square is equal to 8 by 31.
ടാൻ ഇൻവേഴ്സ് സംതിങ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് അതങ്ങ് പോയി. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് എടുത്തു. ഈ 2 വേണമെങ്കിൽ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാം. 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 31x ഇസ് ഈക്വൽ ടു 8 മൈനസ് 4x സ്ക്വയർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 4x സ്ക്വയർ പ്ലസ് 31x മൈനസ് 8 ഇസ് ഈക്വൽ ടു 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏത് രീതിയിൽ വേണമെങ്കിൽ സോൾവ് ചെയ്യാം. നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം ഞാൻ സ്പ്ലിറ്റ് ചെയ്യാം. 32x മൈനസ് 1x മൈനസ് 8 ഇസ് ഈക്വൽ ടു 0. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ. രണ്ടിലും കൂടി കോമൺ 4x ഇൻറ്റു x പ്ലസ് 8. ഞാൻ സാധാരണ പറയല് ഇതേ x പ്ലസ് 8 കൂടെ എടുത്തിട്ട് എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക ഇനി എന്ത് വേണം, -1 പുറത്തിട്ടാൽ മതി. സോ x പ്ലസ് 8 കോമൺ ഇൻറ്റു 4x മൈനസ് 1 ഈക്വൽ ടു 0. x is equal to -8 or 4x minus, that is x plus 8 is equal to 0 or 4x minus 1 equal to 0. x is equal to -8 or x is equal to 1 by 4. രണ്ട് വാല്യൂസ് കിട്ടി. x is equal to -8, x is equal to 1 by 4. രണ്ടും എടുക്കായിരിക്കും അല്ലേ? രണ്ടും എടുത്താലോ, നമുക്ക് എടുക്കാവോ രണ്ടും? കണ്ടീഷൻ എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. മോഡ് x ഷുഡ് ബി ലെസ് ദാൻ 1. അപ്പോൾ മോഡുലസ് x ഏതാ? മോഡുലസ് ഓഫ് x മോഡ് 8 ലെസ് ദാൻ 1 അല്ല. അതുകൊണ്ട് ഈ കേസ് ഒഴിവാക്കുന്നു. കാരണം എന്താ, മോഡ് x ഷുഡ് ബി ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, എക്സിൻ്റെ വാല്യൂ x is equal to 1 by 4 is the correct answer. അങ്ങനെ കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മറ്റു മാർഗ്ഗങ്ങൾ നോക്കാം. അടുത്ത ചോദ്യം ഒന്ന് നോക്കിക്കോളൂ. You can just go through it once again. Tan inverse x plus tan inverse y ഫോർമുല ഉപയോഗിച്ചു സിംപ്ലിഫൈ ചെയ്തു. രണ്ട് ഭാഗവും ഇതിൻ്റെ അകത്തുനിന്ന് വാല്യൂ പാർട്ട്, ആംഗിൾ പാർട്ട് എടുത്തു, പർട്ടിക്കുലർ ന്യൂമറിക്കൽ വാല്യൂ എടുത്തു, ഇക്വേറ്റ് ചെയ്തു, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്തു, സോൾവ് ചെയ്തു. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ചോദ്യം, സൈൻ ഇൻവേഴ്സ് സോൾവ് ചെയ്യാനാണ്. 2x ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2 tan inverse 2x divided by 1 minus x square is equal to pi by 3. Pi by 3. Sin inverse 2x divided by 1 plus x square. അതെത്രയാണ്? അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം ഒന്ന് എടുത്ത് എഴുതാം. ഇതിൻ്റെ വാല്യൂ 2 tan inverse x, റിസൾട്ട് സ്റ്റാൻഡേർഡ് റിസൾട്ട് 2 tan inverse x. ഇതോ മൈനസ് 2 tan inverse x, ഇതോ പ്ലസ് 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 2x എന്ന് പറയുന്ന ഭാഗം ഇത്. അതെന്താ 2 tan inverse x, കാരണം എല്ലാം സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ കിടക്കുകയാണ്. ടാൻ ഇൻവേഴ്സ് എക്സിന് 2 tan inverse എക്സിന് പല റിസൾട്ടുകളുണ്ട്. ഒന്ന് സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ, അതാണ് ആദ്യം. പിന്നെന്താ, സെയിം ആസ് കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ, അതും കണ്ട് പിന്നെ ടാൻ ഇൻവേഴ്സ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് ഇവിടെ നിന്ന് വരും 4 tan inverse x is equal to pi by 3 or tan inverse x is equal to pi by 12. So what is x? X is equal to tan pi by 12. Tan pi by 6 എത്ര? 30 by 12 എന്ന് പറഞ്ഞാൽ 15. tan 15ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാൽ പോരെ. എങ്ങനെ കണ്ടുപിടിക്കാം? അറിയാത്ത ആൾക്കാർക്ക് ഇവിടെ എഴുതാം. ഇതിൻ്റെ ഏതെങ്കിലും tan pi by 12 ആണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. tan pi by ഈ pi by 12ൻ്റെ ഏതെങ്കിലും മൾട്ടിപ്പിളിൻ്റെ വാല്യൂ അറിയോ? നമുക്ക് അറിയാം. ഏതാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു pi by 6. tan pi by 6നെ പറ്റി നമുക്കറിയാം. അത് ആധാരമാക്കിയിട്ട് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ വിൽ ടേക്ക് തീറ്റ ആസ് pi by 12. What is 2 theta? Pi by 6. We'll write tan 2 theta. Tan 2 theta is equal to 2 tan theta divided by
1 minus tan square theta. അതിനടുത്തിൽ ഓരോ വാല്യൂ കൊടുക്കും. tan 2 theta, tan pi by 6 is equal to tan pi by 12 divided by 1 minus tan square pi by 12. എൻ്റെ വാല്യൂ തരാം 1 by root 3 is equal to 2 times. ഞാൻ ഈ tan pi by 12 ആണ് കാണേണ്ടത്. അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. അതിനെ ഞാനൊരു ക്യാപിറ്റൽ എക്സ് എന്ന് വിളിക്കാം. ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ആ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സോ വെൻ വി സോൾവ് ഇറ്റ് വിൽ ബിക്കം 1 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 റൂട്ട് 3 എക്സ്. ഓർ ഇതിനങ്ങോട്ട് കൊണ്ടുപോകാം. എക്സ് സ്ക്വയർ പ്ലസ് 2 റൂട്ട് 3 എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. x is equal to minus b plus or minus root of b square minus 4ac, that is by 2a. So you will be getting minus 2 root 3 plus or minus root of 2 root 3 whole b square, 4 3 is 12 minus minus 4 divided by 2. This is equal to minus 2 root 3 plus or minus 16 by 2. So this will be equal to 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് റൂട്ട് 3 പ്ലസ് ഓർ മൈനസ് 2 ഡിവൈഡ് ബൈ 1. രണ്ട് വാല്യൂ ഉണ്ട്. മൈനസ് റൂട്ട് 3 മൈനസ് 2 മൈനസ് റൂട്ട് 3 പ്ലസ് 2. ഏത് വാല്യൂ എടുക്കണം? ഞാൻ ഈ വാല്യൂ കൂടെ ഡിസ്കാർഡ് ചെയ്തത്. എന്തുകൊണ്ട്? സോ മൈ കൺക്ലൂഷൻ ഇസ്, എന്താണ് അതിൽ വന്ന രണ്ടാമത്തെ വാല്യൂ? ഏതാ വാല്യൂ? റൂട്ട് മൈനസ് റൂട്ട് 3 ഓർ 2 മൈനസ് റൂട്ട് 3. മറ്റേ വാല്യൂ ഞാൻ ഒഴിവാക്കി. എന്താ മറ്റേ വാല്യൂ? മൈനസ് റൂട്ട് 3 മൈനസ് റൂട്ട് 3 മൈനസ് 2. എന്തുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ടാവാം ഈ വാല്യൂനെ? എന്തെങ്കിലും കണ്ടീഷൻ പറയുന്നുണ്ടോ ചോദ്യത്തിൽ? ചോദ്യത്തിലേക്ക് വരാം. എവിടെ പൈ ബൈ 12 ആയിട്ട് ടാൻ പൈ ബൈ 12 ചോദ്യത്തിന് ഒരു ബന്ധവുമില്ല. നമുക്ക് വന്ന് കിട്ടിയതാണത്. അതുകൊണ്ട് എന്ത് ചെയ്യും? എന്ത് ചെയ്യാം? ഒന്നുമില്ല. ടാൻ പൈ ബൈ 12, പൈ ബൈ 12 എന്ന് പറഞ്ഞാൽ ഏത്? പൈ ബൈ 6ൻ്റെ പകുതി 30 ബിലോങ്സ് ടു ഫസ്റ്റ് ക്വാഡ്രൻറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ടാനിൻ്റെ വാല്യൂ, ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ടാൻ എന്താ? പോസിറ്റീവ്. അതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ പറ്റില്ല. സോ വി ഹാവ് ടേക്കൺ ദ പോസിറ്റീവ് വാല്യൂ. ക്ലിയർ ആണല്ലോ? സോ ദ വാല്യൂ ഇസ് എക്സ് ഇസ് ഈക്വൽ ടു 2 മൈനസ് റൂട്ട് 3. ഒന്നുകൂടി പറയാം, ഒന്നുകൂടി ഓടിച്ചു പോവാം. സൈൻ ഇൻവേഴ്സ് 2എക്സിൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്ത് 2 ടാൻ ഇൻവേഴ്സ് ഇതെല്ലാം ക്യാൻസൽ ചെയ്തു. ബാക്കി വന്നത് 4 ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 3 ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. ഇവിടെ നിന്ന് പിന്നെ നമ്മുടെ യജ്ഞം +1 ടാൻ പൈ ബൈ 12 കാണാനുള്ള. ഇത് +1 ചോദ്യമാണ്. അപ്പോൾ എന്ത് ചെയ്തു? അതിൻ്റെ അടുത്തറിയുന്ന മൾട്ടിപ്പിൾ പൈ ബൈ 6 ആണ്. അതിൻ്റെ വാല്യൂ നമുക്കറിയാം. അത് ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. ടാൻ 2 തീറ്റ ഉപയോഗിച്ചു. അതിൻ്റെ അകത്ത് ടാൻ തീറ്റയ്ക്ക് സോൾവ് ചെയ്തു. ഓക്കെ, സോ യു വിൽ ബി ഗെറ്റിംഗ് 2 values, out of which one is negative, tan pi by 12 being in the first quadrant, അത് പോസിറ്റീവ്. അതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ എടുത്തു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം മൂന്നാമത്തെ ചോദ്യം. സൈൻ ഇൻവേഴ്സ് 2 alpha divided by 1 plus alpha square plus sin inverse 2 beta divided by 1 plus beta square is equal to 2 tan inverse x. ഇത് can be written as 2 tan inverse alpha. അതല്ലേ? അപ്പോഴല്ലേ sin inverse plus 2 tan inverse beta is equal to 2 tan inverse x. ക്യാൻസൽ ചെയ്തു. അതായത് തന്നിരിക്കുന്നത് 2 tan inverse alpha ഫോർമാറ്റ്. So this is tan inverse x alpha plus tan inverse beta is equal to tan inverse x. എന്താണ്? This is tan inverse. വളരെ സിമ്പിൾ ആയില്ല. ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു tan inverse x. രണ്ട് ഭാഗത്തുനിന്നും tan inverse കളയുക. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്തുണ്ടാവും? ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ ബീറ്റ. ചോദ്യം നാലാമത്തെ ചോദ്യം. Solve sin inverse x plus sin inverse 1 minus x is equal to cos inverse x. ഇത് സോൾവ് ചെയ്യാൻ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ
സൈൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സിന് ഇസ് ഈക്വൽ ടു ആദ്യം സൈൻ ഇൻവേഴ്സ് എക്സ് ഒന്നുകൂടി ഞാൻ എഴുതാം. സൈൻ ഇൻവേഴ്സ് എല്ലാം സൈനിലല്ല, അപ്പോൾ ഇത് സൈനിൽ കിടന്നോട്ടെ. കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് റീറിട്ടൺ ആസ് പൈ ബൈ 2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. എവിടെ നിന്ന് കിട്ടിയത്? എവിടെ നിന്ന് കിട്ടി? വി ഹാവ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് cos inverse x is equal to pi by 2. Therefore, cos inverse x is equal to pi by 2 minus sin inverse x. Sin inverse x sin inverse 1 minus x ഉണ്ട്. ഇനി എന്താ? sin inverse 1 minus x നെ ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുപോയി. സോറി, sin inverse x നെ കൊണ്ടുപോയി. This is equal to pi by 2 minus sin inverse. ഒരു sin inverse കൂടി ഇങ്ങോട്ട് വരും. എത്രയായി? minus 2 sin inverse x. ഇനി അടുത്ത ചോദ്യം, can I release this from the custody of sin? Yes. Sin inverse of നമുക്ക് എന്താ പറയുക, മാങ്ങ is equal to c ആണെങ്കിൽ മാങ്ങ എന്താണ്? sin c അല്ലേ? അപ്പോൾ sin inverse 1 by x 1 minus x is equal to ഇതാണെങ്കിൽ 1 minus x എത്രയാണ്? 1 minus x is equal to sin of pi by 2 minus 2 sin inverse x. ഞാൻ ഒന്നുകൂടി പറയാം, sin inverse മാങ്ങ is equal to c. മാങ്ങ എന്താ? sin c. അപ്പോൾ അതേപോലെ sin inverse of 1 minus x is equal to ഇതിൻ്റെ സ്ഥലത്ത് മാങ്ങ, ഇതിൻ്റെ സ്ഥലത്ത് c. So 1 minus x is sin of pi by 2 minus theta. Sin of pi by 2 minus എന്ത് തന്നെ ആവട്ടെ, എന്താ നമുക്കിടാം? ഓക്കെ, ഒരു സിമ്പിൾ ഇടാം. അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ മാർക്ക്. സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് തീറ്റ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ മാർക്ക് എന്തായിരിക്കും? കോസ് ഓഫ് അവിടെയുള്ള സാധനം. സോ സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് ദിസ് ഇസ് കോസ് ഓഫ് 2 സൈൻ ഇൻവേഴ്സ് എക്സ്. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് എക്സിൻ്റെ വാല്യൂ ആണ്. സോ what we do is that I'll put sin inverse x is equal to theta. X is equal to sin theta. So 1 minus sin theta is equal to cos 2 theta. Sin inverse x is equal to theta. 1 minus sin theta is equal to cos 2 theta. 1 minus 2 sin square theta. കാരണം സൈനിലായതിനെ കൊണ്ട് 1 ഉം 1 ഉം പോയി. ഇതിനങ്ങോട്ട് കൊണ്ടുവന്നു. 2 sin square theta minus sin theta is equal to 0. So sin theta into 2 sin theta minus 1 is equal to 0. Sin theta is equal to 0. So sin theta is equal to 0 or 2 sin theta minus 1 equal to 0. This is എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? We have to find the value of x. x എന്ന് പറയുന്നത് sin theta. So sin theta is equal to 0. So what we got is x is equal to 0 or here sin theta is equal to, that is x is equal to എന്താണ്? sin theta is equal to 1 by 2. So രണ്ട് വാല്യൂ x is equal to 0 or x is equal to 1 by 2. എന്തായിരുന്നു ചോദ്യം? ചോദ്യത്തിലേക്ക് വരാം. sin inverse x പ്ലസ് ഇതായിരുന്നു ചോദ്യം. sin inverse x പ്ലസ് sin inverse 1 minus x is equal to cos inverse x. ഇപ്പം നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഒന്നെന്തൊക്കെയാണ്? 0 ആൻഡ് 1 by 2. 0 കൊടുത്തു നോക്കുക. sin inverse 0 0 പ്ലസ് sin inverse 1 pi by 2 is equal to cos inverse 0 pi by 2. ഇത് ശരിയാണ്. ഇനി 1 by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. sin inverse 1 by 2. sin inverse 1 by 2 എവിടെയാണത്? 1 by 2. sin inverse 1 by 2 pi by 6 plus sin inverse 1 minus 1 by 2 pi by 6. sin inverse 1 by pi by 3 രണ്ടും സാറ്റിസ്ഫൈ ഉണ്ട്. സോ ദ വാല്യൂസ് ആർ x is equal to 0 and x is equal to 2. രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടി. ഒന്നുകൂടി പറയാം. sin inverse x പ്ലസ് sin inverse ഇതിനെ കോസിനെ സൈനിലേക്ക് മാറ്റി ഈ sin inverse അങ്ങോട്ട് കൊണ്ടുപോയി. സോ sin inverse of 1 minus x is equal to pi by 2 minus 2 pi opposite sin inverse x. ഇനി ഇവിടെ നമ്മൾ തമാശയ്ക്ക് പറഞ്ഞു, എന്താ പറഞ്ഞത്? sin inverse മാങ്ങ is equal to c, മാങ്ങ is equal to sin c. അതേപോലെ ഇതിനെ സൈനിൻ്റെ കസ്റ്റഡി, ഈ sin inverse അങ്ങോട്ട് കൊണ്ടുപോയി. സോ sin it became sin. ഇനി എന്താ? ഇനി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ പോന്നു, അതിനെ സോൾവ് ചെയ്തു, രണ്ട് വാല്യൂസ് എടുത്തു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനിയുള്ളത് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് പോകാം നമുക്ക്. സിംപ്ലസ്റ്റ് ഫോം എന്താണ്? സിംപ്ലസ്റ്റ് ഫോമിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ. എക്സ്പ്രസ് ദ ഫോളോയിങ് ആസ് ദ സിംപ്ലസ്റ്റ് ഫോം.
Express the following as the simplest form. ഒന്നാമത്തെ ചോദ്യം tan inverse root of 1 plus x square minus 1 divided by x. അതിൻ്റെ ഇത് ഇതിൻ്റെ പറയപ്പെട്ട് x is equal to tan theta. സിംപ്ലിഫൈ ചെയ്തൊക്കെ സി സ്ക്വയർ സൈൻ അങ്ങനെ പോകും, അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പോകും. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, അതുകൊണ്ട് ഞാൻ മുഴുവൻ പറയുന്നില്ല. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ആൻഡ് യു ട്രൈ. രണ്ടാമത്തെ ചോദ്യം സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 2. ഇതിന് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാം. എന്താ ഡിഫറൻസിയേഷനിൽ ഇത് ആവശ്യം വരും. ഇതേ ചോദ്യം ഡിഫറൻസിയേഷനിൽ വരും. ചോദ്യം ഇതായിരിക്കും ഡിഫറൻസിയേഷനിൽ ദിസ് ഇസ് ഈക്വൽ ടു വൈ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, ഇതിന് സൈൻ ഇൻവേഴ്സ് എത്ര നന്നായിരുന്നു അല്ലേ, ഇതൊരു സൈൻ ഓഫ് എന്തെങ്കിലും ഒരു സാധനമായി മാറിയിരുന്നെങ്കിൽ അങ്ങനെ എഴുതാനിപ്പോൾ ഒരു നിർവാഹവുമില്ല. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. സൈൻ ഇൻവേഴ്സ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. 1/√2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് 1/√2 ഇൻറ്റു കോസ് എക്സ്. സംശയം ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അതായത് ജസ്റ്റ് സ്പ്ലിറ്റിംഗ് ഇൻറ്റു 2 പാർട്സ്. ഇനി സോ സൈൻ ഇൻവേഴ്സ് ഓഫ് ഇതിനെ ഞാൻ എന്താക്കി കോസ് π/4 എന്ന് എഴുതി. സൈൻ എക്സ് പ്ലസ് സൈൻ π/4 കോസ് എക്സ് എന്ന് എഴുതി. ആദ്യത്തിന് കോസ് π/4, രണ്ടാമത്തേന് സൈൻ π/4 എന്ന് എഴുതി. എന്തുണ്ടാവും? ദിസ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എ കോസ് ബി കോസ് എ സൈൻ ബി സൈൻ ഓഫ് എ പ്ലസ് ബി. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഓഫ് എ പ്ലസ് ബി എന്തുണ്ടാവും? എ പ്ലസ് ബി വന്നു. സോ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്താ 1 കിട്ടി ആൻസർ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു, രണ്ടെണ്ണത്തിന് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഒന്നിനെ കോസ് π/4 മറ്റൊന്നിനെ സൈൻ π/4 എന്ന് മാറ്റി എഴുതി. എന്നിട്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് ദിസ് സൈൻ എ പ്ലസ് ബി ഫോം. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ വാല്യൂസ് പോയി, സൈനും സൈൻ ഇൻവേഴ്സും പോയി, എക്സ് പ്ലസ് π/4 വന്നു. ബിക്കോസ് വാട്ട് ഇസ് ദ റീസൺ? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ അല്ലേ. ഇനി അടുത്ത ചോദ്യം. സെയിം റിപ്പീറ്റേഷൻ, ഇതേമാതിരി തന്നെ ഇത് സൈൻ എ സൈൻ ബി കോസ് ഇൻവേഴ്സിലേക്കാണ്. ഞാനൊരു ഹിൻഡ് പറയേക്കാം. ജസ്റ്റ് കോസ് ഇൻവേഴ്സ് ഓഫ് ചോദ്യം കോസ് ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ബൈ √2. ഇത് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് കോസ് ഇൻവേഴ്സ് ഓഫ് 1/√2 സൈൻ എക്സ് പ്ലസ് 1/√2 സൈൻ എക്സ് പ്ലസ് 1/√2 കോസ് എക്സ് എന്ന് എഴുതുമ്പോൾ ഈ 1/√2ന് എന്താ കോസ്, ഇത് സൈൻ π/4 എന്ന് എഴുതും. സൈൻ എക്സ് പ്ലസ് കോസ് π/4 കോസ് എക്സ്. എന്നിട്ട് ഇതിനെ കോസിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നാൽ മാത്രമേ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എന്നുള്ള കോസ് എ പ്ലസ് ബി എന്ന് പറയുന്ന ഫോമിലേക്ക്, സോറി എ മൈനസ് ബി എന്ന് പറഞ്ഞ ഫോമിലേക്ക് വരുള്ളൂ. ആ രീതിയിലേക്ക് മാറ്റി എഴുതാം. Next question. Tan of ചോദ്യം tan of sin inverse 3/5 plus cot inverse 3/2. tan inverse 3/2 cot inverse 3/2. ഇത് ഒന്നുമില്ല, ടാൻ അവിടെ നിർത്തി. ഈ സൈനിനെ ടാൻ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, റിസൾട്ട് ഷീറ്റിൽ റിസൾട്ടിൻ്റെ അകത്ത് തന്നിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? സൈൻ ഇൻവേഴ്സ് റിസൾട്ട് ഷീറ്റിൽ പറഞ്ഞു സൈൻ ഇൻവേഴ്സിനെ ടാനിലേക്ക് ആക്കാൻ എക്സ് ഡിവൈഡ് ബൈ, ആ റിസൾട്ട് ഉപയോഗിക്കുക, ഡയറക്റ്റ്ലി ആ ഫോർമാറ്റിലേക്ക് മാറ്റുക. ടാൻ ഇൻവേഴ്സ് അല്ലെങ്കിൽ ട്രയാങ്കിൾ വരച്ച് ഇതിന് അതേമാതിരി തന്നെ കോട്ട് ഇൻവേഴ്സിന് ടാൻ ഇൻവേഴ്സ് 2/3 എന്നാക്കുക. ടാൻ ഇൻവേഴ്സ് 2/3. ഇത് ഓർക്കാത്ത ആൾക്കാർ ട്രയാങ്കിൾ വരയ്ക്കുക, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ് എത്ര 4, അപ്പോൾ എത്ര ടാൻ ഇൻവേഴ്സ് 3/4 എന്ന ഫോർമാറ്റിൽ. ഇനി ടാൻ ഇൻവേഴ്സ് എ പ്ലസ് ടാൻ ഇൻവേഴ്സ്, ഇതിൻ്റെ അകത്ത് ടാനും ടാൻ ഇൻവേഴ്സ് ഇത് സിംപ്ലിഫൈ ചെയ്യുക, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഉപയോഗിച്ചിട്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താ പറഞ്ഞിരിക്കുന്നത്? അഞ്ചാമത്തെ ചോദ്യം ടാൻ ഇൻവേഴ്സ് ഓഫ് എ കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ബി കോസ് എക്സ് പ്ലസ് എ സൈൻ എക്സ്.
provided a by b tan x should be greater than -1 എന്നാ പറഞ്ഞത്, കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പരിഗണിക്കാം ഈ ചോദ്യം. സോ tan inverse a cos x, ഇതിപ്പോൾ ഒരു tan inverse a മൈനസ് ഈ ഫോമാറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? tan inverse a മൈനസ് b ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബി ഫോർമാറ്റിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 വരണം, ഇവിടെ 1 വരണം അല്ലേ? എങ്ങനെ 1 വരുത്താം? അത് 1 വരണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ബി കോസ് എക്സിന്. അപ്പോൾ എന്താ ഇവിടെ 1 കിട്ടുമല്ലോ. ശ്രമിച്ചു നോക്കാം. ബി കോസ് എക്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? ദിസ് വിൽ ബിക്കം എ ബൈ ബി. ഡിവൈഡ് ചെയ്ത് നോക്കുക. എ കോസ് എക്സ് ബൈ ബി കോസ് എക്സ്, എ ബൈ ബി മൈനസ് ബി പോവും, ടാൻ എക്സ് വന്നു, ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ബൈ ബി ടാൻ എക്സ്. ഓരോന്ന് എഴുതി നോക്കാം. നിങ്ങൾ ഓരോന്ന് എഴുതി നോക്കാം. യെസ്, ഇവിടെ എന്താ ഒരു കണ്ടീഷനും കൂടി തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഓഫ് ദ ഫോം. ഏത് ഫോമിലാണ് ഇത് റെഡിക്ക് ശരിക്ക് വന്നിരിക്കുന്നുണ്ട്? എ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് വൈ അല്ലേ? ദിസ് ഇസ് സെയിം ആസ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. എന്താണ് ആ എക്സിൻ്റെ സ്ഥാനത്ത്? ടാൻ ഇൻവേഴ്സ് എ ബൈ ബി മൈനസ് ടാൻ ഇൻവേഴ്സ് എന്താണ് ആ വൈൻ്റെ സ്ഥാനത്ത്? ടാൻ എക്സ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു tan inverse a by b minus what? x. ഇത് y എന്നുള്ളത് ട്രിഗ്നോമെട്രിയിലാണെങ്കിൽ, സോറി ഇത് ഡിഫറൻസിയേഷനിലാണെങ്കിൽ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറയും. ഇത് y എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനായി തന്നിട്ട് y ഈസ് ഈക്വൽ ടു, ഇത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത 0, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത -1. സോ ഇവിടെ ഇതാണ് ഇതിൻ്റെ ആൻസർ.